എന്താ സുഹൃത്തുക്കളെ ഇസ്ലാമിന്റെ വേഷം? എന്താ ഇസ്ലാമിൽ ഒരു സ്ത്രീയുടെ വേഷം എന്താണ്? അതൊന്നും ഒരു അഭിപ്രായ ഭിന്നതക്ക് പോലും അവകാശമില്ലാത്ത വിധം ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖുർആൻ സ്ത്രീകളുടെ വസ്ത്രത്തിന് ഉപയോഗിച്ചൊരു പേരുണ്ട്, അല്ലെ? പേരുമെന്നല്ലേ നമ്മൾ വസ്ത്രം മനസ്സിലാക്കുക? പർദ്ദ എന്ന് പറഞ്ഞാൽ ആ പേരുമെന്നല്ലേ ആ വസ്ത്രം മനസ്സിലാക്കല്? പർദ്ദ കാണിച്ചു, പേര് കേട്ടാ പോരെ. ഇസ്ലാം പറഞ്ഞൊരു പേരുണ്ട്. എന്താ സുഹൃത്തുക്കൾ ഖുർആൻ ഉപയോഗിച്ച പേര്? ആ പേരുള്ള വസ്ത്രത്തിന് പടച്ചോന്റെ സ്വീകാര്യത. എന്താണ് ആ വസ്ത്രം? യാ അയ്യുഹൻ നബിയു കുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ. ഓ പ്രവാചകരെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോട്, പെൺമക്കളോട്, വിശ്വാസിനികളായ സ്ത്രീകളോട്, ഞാൻ റസൂലിനെ അംഗീകരിച്ചു, അള്ളാഹിനെ അംഗീകരിച്ചു എന്ന് പറയുന്ന എല്ലാ പെണ്ണുങ്ങളോടും റസൂലെ താങ്കൾ പറയണം. എന്താ പറയേണ്ടത്? അവിടെ ജിൽബാബ്, ഖുർആൻ ജിൽബാബ്. ജിൽബാബ് എന്താ? മലയാളത്തിൽ മൂടുപടം എന്ന് പറയും. ആകെ കവർ ചെയ്യുന്ന വസ്ത്രം. അത് ഒരു സ്ത്രീ ഉപയോഗിക്കുന്ന വസ്ത്രത്തിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന വസ്ത്രമാണ്. അങ്ങനെയാണ് മുഫസ്സിരിങ്ങളൊക്കെ പറഞ്ഞു. എന്ത് വസ്ത്രം ധരിച്ചാലും അതിന്റെ മുകളിൽ എന്ത് ചെയ്യണം? ദേഹത്തെ കവചമാക്കുന്ന, കവർ ചെയ്യുന്ന ഒരു വസ്ത്രം. അതാ ജിൽബാബ്. അതാ ഖുർആൻ പറഞ്ഞ വസ്ത്രം, ജിൽബാബ്. ആ ഒരു പദത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ചില പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്? മുഖം പോലും മറക്കണമെന്ന് പറയും. മുഖവും മുൻകൈയും ഒരു സ്ത്രീക്ക് ഒഴിവാക്കി കൊടുത്താണ്. മുഖം പോലും മറക്കൽ നിർബന്ധമാണെന്ന് വാദിക്കാൻ വരെ ഈ ഒരു പദമാണ്, ജിൽബാബ് എന്നുള്ളൊരു പദമാണ്. എല്ലാം കവചം ചെയ്യുന്ന വസ്ത്രം എന്നാണ്. യകുൻ ഫൗക സിയാബ് മിൻ മുലഹഫത്തിൻ വഖിമാരിൻ വരിദ. ആകെ കവർ ചെയ്ത് നിൽക്കുന്ന തട്ടങ്ങൾ, അതേപോലെ തന്നെ മുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് ധരിക്കേണ്ടത്. അതിനെന്ത് കിട്ടി? അയഞ്ഞ വസ്ത്രമാവണം. ഉള്ളിലത്തെ വസ്ത്രങ്ങൾ പുറത്ത് കാണാൻ പറ്റൂല. മേലൊരു വസ്ത്രം ഉണ്ടെങ്കിൽ ഉള്ളിൽ വസ്ത്രം വേറെ ഉണ്ടാവൂലേ? കാണാൻ പറ്റൂല. മുഴുവൻ മറയാത്ത വസ്ത്രം, ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ കാണുന്ന വസ്ത്രമാകാൻ പറ്റൂല എന്നാണ് പറയുന്നത്. അപ്പോ ആ വസ്ത്രം ഒരു സ്ത്രീ ധരിക്കുക, അതാണ് ഒരു ഇസ്ലാമികമായി. അപ്പൊ ഒരു മുസ്ലിം സ്ത്രീക്ക് എവിടെയും പറയാൻ പറ്റും, ഇത് ഞങ്ങളെ ഇസ്ലാമികമായ വേഷമാണ്, ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് പറയുന്നിടത്തേക്ക് നമ്മുടെ മതബോധം എത്തണം. അത് അഴിച്ചിടാൻ വേണ്ടി പറയുമ്പോൾ ഇത് ദീനിന് വിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് എന്ന ബോധം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് തന്നെയാണ് സുഹൃത്തുക്കൾ അടിസ്ഥാന പരിഹാരം. അതിനെതിരെ പറയുമ്പോൾ അവരൊരു തീവ്രവാദിയാണ് എന്ന് പറയുന്ന തീവ്രത എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിലും ഒരു നയവും കാഴ്ചപ്പാടും ഉണ്ടെങ്കിൽ അതൊക്കെ. ഒരാൾ ചായ കുടിക്കൂല പറഞ്ഞാൽ എല്ലാവരും പാടെ ചായ എടുക്കും. ഞാൻ ചായ എടുക്കൂല പറഞ്ഞാൽ അയാൾ തീവ്രവാദിയാണ്. അയാൾക്ക് പറ്റാത്തൊരു സാധനം ഒഴിവാക്കിയതുള്ളൂ. നമുക്ക് ചിലൊരു വാദം ഉണ്ടാവില്ല. എനിക്ക് ഇസ്ലാമികമായ ചില നിയമങ്ങളുണ്ട്, അതനുസരിച്ച് ഞാൻ പോവുള്ളൂ പറഞ്ഞാൽ അത്രേ ഉള്ളൂ.